ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ASMൻ്റെ 40 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഡേ 15 ആൻഡ് 16 എത്തിയിരിക്കുകയാണ് അല്ലേ. നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും. തരുന്ന ടൈം ടേബിളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് ഓരോ കാര്യങ്ങളും പഠിച്ച് പോകുന്നുണ്ടല്ലോ അല്ലേ. കൂട്ടത്തിൽ റിവിഷനും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഡേ 15 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നോക്കാം. 2 SCERT ലെസൺസ് ആണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അതായത് 10th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. നല്ലൊരു ചാപ്റ്ററാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിനു മുൻപ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതുമാണ് അല്ലേ. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യ കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നേട്ടങ്ങളടക്കം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നല്ല ചാപ്റ്ററാണ്. നന്നായിട്ട് ആ ചാപ്റ്റർ പഠിച്ചിരിക്കണം. അതുകൂടാതെ തന്നെ 10th സ്റ്റാൻഡേർഡിലെ 4th ലെസണും കൂടി പഠിക്കണം. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും 10th സ്റ്റാൻഡേർഡ് 4th ലെസൺ. ഇത് രണ്ടും ഓൾഡ് SCERT ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് വർത്തമാന പത്രങ്ങളാണ്. വർത്തമാന പത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓരോ പത്രങ്ങൾ കൊണ്ടുവന്നത് ആരാന്നുള്ള രീതിയിലാണ് പഠിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ഓൾറെഡി ടെൻസ് പഠിച്ചല്ലോ. ഇനി ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് കവർ ചെയ്യേണ്ട ടോപ്പിക്ക്. ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ്. അപ്പോൾ ഈ ഭാഗം പഠിക്കാനായിട്ട് എന്താണ് ഒരു ഈസി മെത്തേഡ്? ഒരു എക്സാമ്പിളിലൂടെ ഓർത്ത് വയ്ക്കുക. പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. ഈ 3 കണ്ടീഷനും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഈ 3 കണ്ടീഷനിലേക്ക് മാറ്റി അങ്ങ് ബൈ ഹേർട്ട് ചെയ്ത് പഠിച്ചോളാം. അപ്പോൾ പിന്നെ ഏത് വന്നാലും നമുക്ക് ആ രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ കറണ്ട് അഫയേഴ്സ് ജൂൺ 25 വരെ പഠിക്കുക. ജൂൺ 2025 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. പിന്നെ ജൂലൈ 15 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം അല്ലേ. അപ്പോൾ ഇപ്പം നിങ്ങൾ ജൂൺ 2025 കാര്യങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ. പിന്നെ റിവിഷനാണ്. റിവിഷൻ ചെയ്യേണ്ടത് ഡേ 3 കാര്യങ്ങളാണ്. ഡേ 3 നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഒന്ന് റിവിഷൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഡേ 3 എന്തൊക്കെയാണ് പഠിച്ചതെന്ന് അറിയാമോ? എഴുതി വെച്ചിട്ടുണ്ടോ? നോക്കാമല്ലോ എന്തൊക്കെയാണെന്ന്. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ അതിൽ നമ്മൾ പഠിച്ചത് 42, 44, 52 എന്നീ 3 കാര്യങ്ങൾ അല്ലേ. 42, 44, 52 എന്ന കാര്യങ്ങൾ. പിന്നെ വരുന്നത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ പഠിച്ചു, മൗലിക കടമകൾ പഠിച്ചു, പഞ്ചായത്ത് രാജും പഠിച്ചു. അപ്പോൾ അത്രയും കാര്യങ്ങൾ. കൂടാതെ ഇംഗ്ലീഷിൽ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2025. ഇപ്പോൾ ഒരുപാട് തവണ നമ്മൾ ഈ ഫെബ്രുവരി ജാനുവരി കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തെടുത്തല്ലേ. ലാബ് അസിസ്റ്റൻ്റ് ആണെങ്കിലും അതേ എത്ര തവണ റിവൈസ് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. പിന്നെ വരുന്നത് SCERT ലെസൺസ് ആണ്. നമ്മുടെ ഭരണഘടനയും നമ്മുടെ ഗവൺമെൻറ്, ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് റിവൈസ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അതിലെ മെയിൻ പോയിന്റ്സ് കവർ ചെയ്ത് പോകുന്ന മറ്റേ റാങ്ക് ഫയൽ പോലെയുള്ള ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് റെഫർ ചെയ്താലും മതി. അല്ലെങ്കിൽ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ആ ചാപ്റ്ററിൻ്റെ, അത് ചെയ്താലും മതി. അതിൻ്റെ റിവിഷൻ ആയിക്കോളും. ഓക്കെ, ക്ലിയർ ആണല്ലോ. യൂട്യൂബിൽ തന്നെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ ഭരണഘടന ആ ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റ് ആ രീതിയിൽ. അപ്പോൾ നമുക്കത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ റിവിഷൻ ഈ ഒരു രീതിയിൽ റിവിഷൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇനി അടുത്ത ഡേ 16 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ഫിസിക്സിൽ ശബ്ദം എന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത് കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂ SCERT ലെസൺ ഒരെണ്ണം നമ്മൾ പഠിക്കണം. 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ ശബ്ദ തരംഗങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ശബ്ദ തരംഗങ്ങൾ. പിന്നെ ശബ്ദത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ഥായി, ഉച്ചത, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന 8th സ്റ്റാൻഡേർഡിലെ ശബ്ദം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. 8th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERT ആണ് പറയുന്നത്. പിന്നെ ശബ്ദ തരംഗങ്ങൾ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ന്യൂ SCERT ആണ്. പിന്നെ അതുകൂടാതെ 9th സ്റ്റാൻഡേർഡിലും ഉണ്ട് കേട്ടോ ന്യൂ SCERTയിൽ ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു ലെസൺ. പക്ഷേ അതിലെ കാര്യങ്ങളെല്ലാം നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതൊക്കെ തന്നെയുള്ളൂ. അതുകൂടാതെ എക്സ്ട്രാ പോയിന്റ്സ് 1-2 കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 8th സ്റ്റാൻഡേർഡിലെ ശബ്ദം എന്ന ലെസണും 10th സ്റ്റാൻഡേർഡ് ന്യൂ SCERT 10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ലെസൺ ശബ്ദ തരംഗങ്ങൾ, ഈ 2 ചാപ്റ്റർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ഇതുകൂടാതെ തന്നെ ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളും എന്നൊരു ചാപ്റ്റർ നമുക്ക് ക്ലാസ് 8 തന്നെ, ക്ലാസ് 8 ചാപ്റ്റർ 8 ആണെന്ന് തോന്നുന്നു. ഈ അളവുകളും യൂണിറ്റുകളും എന്നുണ്ട് ചാപ്റ്റർ ഉണ്ട്, അത് നോക്കുക. അളവ് യൂണിറ്റ് നമുക്കൊരു ടോപ്പിക്കാണ് ഫിസിക്സിലെ. സമയമുള്ളവർ ആ ടോപ്പിക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചാൽ നല്ലതാണ്. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് വരുന്നതുമാണ്. പിന്നെ മാത്സിൽ ലാഭവും നഷ്ടവും പഠിക്കണം. അതുപോലെ മലയാളത്തിൽ സ്ത്രീലിംഗം, പുല്ലിംഗം, മലയാളം ഇംഗ്ലീഷൊക്കെ നിങ്ങൾ പഠിക്കുമ്പോഴേ PYQ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ PYQ നോക്കാൻ വേണ്ടിയിട്ട് മലയാളവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫസ്റ്റ് ബെൽ മലയാളവും ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് 2 നല്ല ചാനലുകളുണ്ട്. ടെലിഗ്രാം ചാനലുകളാണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യേണ്ടത് ഡേ 4 കാര്യങ്ങളാണ്. അപ്പോൾ ഡേ 4 എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഭരണഘടനാ ഭേദഗതികളിൽ 73, 74, 86, 91 അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളായിട്ടുള്ള രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, പ്രധാനമന്ത്രി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിപ്പോയതാ. മാത്സിലെ ശതമാനം, മലയാളത്തിൽ പദശുദ്ധി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ 4 പഠിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി റിവൈസ് ചെയ്തെടുക്കുക. സമയം കണ്ടുപിടിക്കുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. സമയം നിങ്ങൾ കണ്ടെത്തുക.
കണ്ടെത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ. ഞാൻ ഓൾറെഡി എപ്പോഴും പറയാറുള്ളതാ, നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് വീണ് കിട്ടുന്ന സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകട്ടെ. ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ദിവസങ്ങളെ നല്ല രീതിയിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റണം അല്ലേ? അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. പിന്നെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കണ്ടേ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടിയൊക്കെ എത്തിക്കുക. ലൈക്സും കമൻറ്റും ഒക്കെ ചെയ്യുക. താങ്ക് യു ഓൾ.